വിവോയുടെ വിവോ എക്സ് ഫോൾഡ് 3 പ്രോ എന്നുള്ള പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കൂടിയൊരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഈ ഫോൺ വരുന്നത്. 1,60,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആണ്. എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ എക്സ് ഫോൾഡ് 3 പ്രോ എന്നുള്ള ഫോൾഡബിൾ ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. പൊതുവെ ഫോൾഡബിൾ ഫോൺസിൽ അങ്ങനെയാണ്, 2 ഡിസ്പ്ലേ വരാറുണ്ട്. ഉള്ളിൽ വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഉള്ളിൽ 8.03 ഇഞ്ചിന്റെ 2K+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 2200x2480 ആണ്. അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. 60 ഡിഗ്രിയുടെയും അതുപോലെ തന്നെ 120 ഡിഗ്രിയുടെയും ഇടയിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനും പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിൽ ഏകദേശം 91.77% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. ഒരു പഞ്ചോളും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് സെൽഫി ക്യാമറയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ 1920 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. ഡോൾബി വിഷന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. HDR10ന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 4500 നിറ്റ്സ് വരെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ UTG ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ പുറത്തും ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ആ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഡിസ്പ്ലേ ഈ മെയിൻ ഡിസ്പ്ലേയുടെ ബാക്കിൽ ഒരു പകുതിയിലായിട്ടാണ് വരുന്നത്. ആ ഒരു ഡിസ്പ്ലേ 6.53 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. റെസൊല്യൂഷൻ വരുന്നത് 1176x2748 ആണ്. അതിലും അമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ അതിലും LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതിൽ ഏകദേശം 90.92% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് വരുന്നത്. അതിലും 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഡോൾബി വിഷന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ആർമർ ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ആ ഒരു ഡിസ്പ്ലേയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. ഈ ഒരു ഡിസ്പ്ലേയിലും പീക്ക് ബ്രൈറ്റ്നസ് 4500 നിറ്റ്സ് വരെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഡിസ്പ്ലേയിലും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം അത്യാവശ്യം മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഫോൾഡബിൾ ഫോൺ വരുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതും 2 ഡിസ്പ്ലേയിലും ഓരോരോ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് 236 ഗ്രാം ആണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 5.2 mm ആണ്. ഫോൺ ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത്, ക്ലോസ് ചെയ്ത് വെക്കുന്ന സമയത്ത് തിക്നെസ് വരുന്നത് 11.2 mm ആണ്. അപ്പം ഫോൾഡബിൾ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ, തിക്നെസ് കുറഞ്ഞ ഫോണാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. നോർമൽ ഫോൺസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂടുതലാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ ഫോൾഡബിൾ ഫോൺസിന്റെ കാര്യത്തിൽ വെയിറ്റും തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറവാണ്. IP/X8 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ അലൂമിനിയം അലോയ് മിഡിൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ് ഫൈബർ ബാക്കും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹിഞ്ചിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ ഫൈബർ ഹിഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം 100 പ്രാവശ്യം ഡെയിലി ഫോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12 കൊല്ലത്തേക്ക് ഇതിങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ 12 കൊല്ലമൊന്നും ഒരു ഫോൺ നിൽക്കാൻ പോകുന്നില്ല. പിന്നെ ഈ ഒരു ഫോണിന്റെ സെലസ്റ്റിയൽ ബ്ലാക്ക് എന്നുള്ള ഒരു കളർ വേരിയന്റ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഇത് സ്നാപ്ഡ്രാഗണിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 17ഓളം 5G ബാൻഡ്സും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 16 GB റാമും 512 GB ഇന്റേണലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. LPDDR5X റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫോൺ വെട്ടം നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ചേമ്പർ കൂളിംഗ് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. NFC-യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ SGS 5-star ഡ്രോപ്പ് റെസിസ്റ്റൻസ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിന് ലഭിച്ചിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. അത്ര പെട്ടെന്നൊന്നും വീണാൽ ഫോൺ പൊട്ടാൻ ചാൻസ് ഇല്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള വൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ f1.68 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് OmniVision OV50H സെൻസറാണ്. വോയിസിന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 64 മെഗാ പിക്സലിന്റെ f2.57 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഇത് OmniVision OV64B സെൻസറാണ്. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 50 മെഗാ പിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഇത് സാംസങ് JN1 സെൻസറാണ്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 2 ഡിസ്പ്ലേയിലും 32 മെഗാ പിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ തന്നെയാണ് വരുന്നത്.
പിന്നെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് ഒക്കെ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് V3 ഇമേജിംഗ് ചിപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5100 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ തന്നെ ചാർജറും വരുന്നുണ്ട്. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. USB 3.2 Gen 2ൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം മികച്ചൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 16 GB RAM 512 GB ഇന്റർണൽ വെർഷൻ്റെ വില വരുന്നത് 1,59,999 രൂപയാണ്. അപ്പം ഈ ഒരു ഫോണിന് അത്യാവശ്യം നല്ല വിലയും വരുന്നുണ്ട്. ജൂൺ 13 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ HDFCയുടെ, SBIയുടെ, MXന്റെ, ICCയുടെ അതുപോലെ തന്നെ HSBCയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15,000 രൂപയുടെ ഓഫ് വരെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം അത് നല്ലൊരു ഓഫറൊക്കെ തന്നെയാണ് കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും ഓൺ പേപ്പർ നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും നല്ല ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ കൂടിയാണ്. പക്ഷേ വിലയും അതിനനുസരിച്ചിട്ട് അത്യാവശ്യം നല്ലോണം വരുന്നുണ്ട്. 1,60,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ നല്ല ഫീച്ചേഴ്സും വരുന്നുണ്ട്, വിലയും അത്യാവശ്യം നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒരു ഫോൾഡബിൾ ഫോണൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ജൂലൈ 10 സാംസങ്ങിൻ്റെ Fold 6 എന്നുള്ള ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന് വേണമെന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതും നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോണാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.